ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. മാങ്ങ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈസി ആയിട്ടൊരു പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. ഇനി കേക്കിന് 2 ലെയറാണ്. ഒന്ന് കസ്റ്റാർഡ് ലെയറും ഉണ്ട്, പിന്നെ ഒന്ന് ക്രീം ലെയറും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി കസ്റ്റാർഡ് ഉണ്ടാക്കുക. 1 ലിറ്റർ പാലെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കസ്റ്റാർഡ് പൗഡർ വേണം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കുറച്ച് പാലിൽ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ 1 ലിറ്റർ പാൽ വേണമെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് തന്നെ അടുത്തുള്ള പാലിലാണ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കിയിട്ടുള്ളത്. ഇത് തിക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി 2 പഴുത്ത മാങ്ങ കട്ട് ചെയ്തത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നെസ്ലയുടെ ക്രീമിൻ്റെ ഒരു ടിൻ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തിക്കായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതുപോലെ ട്രെയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ബ്രെഡിനും കസ്റ്റാർഡിൻ്റെ ലെയറാണ് വേണ്ടത്. അപ്പോൾ അരിയൊക്കെ കളഞ്ഞ് ബ്രെഡും ഈ കസ്റ്റാർഡിൽ മുക്കിയിട്ടൊക്കെ സെറ്റാക്കി എടുക്കുക ഒരു ലെയറായിട്ട്. ബ്രെഡിൻ്റെ കണക്കൊക്കെ ഓരോരുത്തരുടെ പുഡിംഗ് ട്രേയുടെ വലിപ്പത്തിനനുസരിച്ച് എടുക്കുക. ബാക്കിയുള്ള കസ്റ്റാർഡ് ഞാൻ മേലെ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് സെറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം മാങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ചേർത്തുള്ള മധുരത്തിൻ്റെ അളവ്, അതായത് കണ്ടൻസ് മിൽക്ക് ആയാലും പഞ്ചസാര ആയാലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടി മിഠായി പൊടിച്ച ഇതാണ്. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല ഈസി ആയിട്ടുള്ള മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.